ജിഷയുടെ സഹോദരിയുടെ പ്രതികരണത്തിലേക്ക്. ബൈക്ക് ഇടിച്ച ആൾ എവിടെയുള്ളതെന്നറിയില്ല. അതിൻ്റെ ഓണർ മലയാളിയാണ്, അത് ഓടിച്ചിരുന്ന ആൾ ബായിയാണ്. അയാൾ രണ്ടുപേരും അന്നത്തെ ദിവസം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ശരിക്കും മനഃപൂർവ്വം ശരിക്കും ഇടിച്ചതാണ് അമ്മേനെ. കാരണം അത്രയും ഇതിലിടിക്കാതെ ഒരിക്കലും ആ അമ്മയുടെ നെറ്റത്ത് ആ മാതിരി മുറി സാധാരണ ബൈക്ക് ഇടിക്കണമെങ്കിൽ ടാറ്റ റോഡിൽ അത്രയും സ്പേസ് ഉണ്ടായിട്ട് അയാൾ ഒതുങ്ങിപ്പോയി അമ്മയുടെ മേത്ത് കുന്നിടിക്കണമെങ്കിൽ അയാൾക്ക് എത്രമാത്രം വേറെ ആൾ പറഞ്ഞു വിടാതെ എന്തായാലും ഇടിക്കൂല. അതൊന്നും നോട്ട് ചെയ്തല്ല. അത് മാത്രമല്ല, കൊച്ചു സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ഈ താക്കോല് അവിടെ വെച്ചാണ് താക്കോല് കൊടുത്തത്. സാധാരണ ഇവിടെ വന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോകേണ്ടയും കാര്യങ്ങളാണ്. ഇതൊന്നും അവർ ചെയ്തില്ല എന്ന് പറഞ്ഞത്. കൊച്ചിനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് താക്കോല് കൊടുപ്പിച്ചതെന്ന് പറഞ്ഞത്. നോക്കൂ, ഒരു സംഭവമാണ് ജിഷയുടെ സഹോദരി വിവരിക്കുന്നത്. നമ്മൾ കേട്ടു ഒരു ബൈക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നത്തിൽ പോലും പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്ന പരാതി നിലനിൽക്കെയാണ് ക്രൂരമായി ഏപ്രിൽ 28-ന് ജിഷ എന്ന ദളിത് പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നതും ബലാത്സംഗം ചെയ്യപ്പെട്ട് മൃഗീയമായി കൊല ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ കേരളത്തിലായതുകൊണ്ട് മാത്രം മൂടിവെക്കപ്പെട്ട ഒരു സംഭവം എന്ന് പറയേണ്ടി വരും. ഇന്നലെ രാവിലെയാണ് പീപ്പിൾ TV പോലും ഇത്തരത്തിൽ ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. കാരണം 5 ദിവസം കഴിഞ്ഞ് ഇന്ന് 6-ാം ദിവസമാണ് ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചുവെന്ന് മുഖ്യമന്ത്രി പറയുന്നത്, സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി പറയുന്നത്.